US സംസ്ഥാനമായ മസാച്യുസെറ്റ്സിലെ പ്രധാന നഗരങ്ങളിലൊന്നായ കാംബ്രിഡ്ജിലെ ഒരു അത്യാഡംബര അപ്പാർട്ട്മെന്റ്. നഗരമധ്യത്തിൽ കണ്ണായ സ്ഥലത്ത് നഗരത്തിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളിലേക്ക് കിളിവാതിൽ തുറന്നിട്ടിരിക്കുന്ന പാർപ്പിട സമുച്ചയം. തൊട്ടപ്പുറത്ത് ലോക പ്രശസ്തമായ ഹാർവാർഡ് സർവകലാശാല. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒട്ടും ദുരൂഹത തോന്നിക്കാത്ത, എന്നാൽ VIP-കൾ മാത്രം വന്നു പോകുന്ന ഒരു അപ്പാർട്ട്മെന്റ്. എന്നാൽ അകത്ത് ശരിക്കും ദുരൂഹതകളുടെ ഒരു വലിയ ലോകമായിരുന്നു. അമേരിക്കയിലെ പേരുകേട്ട വ്യവസായികളും ടെക്കികളും രാഷ്ട്രീയ പ്രമുഖരും സ്ഥിരം സന്ദർശകരായ ഒരു വേശ്യാലയമായിരുന്നു ആ ആഡംബര അപ്പാർട്ട്മെന്റിൽ പ്രവർത്തിച്ചിരുന്നത്. ഒരു VIP ഓൺലി ബ്രോത്തൽ. ആർക്കും നേരെ വന്ന് അവിടെ മുറിയെടുക്കാനാകില്ല. മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് വാങ്ങണം, തിരിച്ചറിയൽ രേഖകൾ സമർപ്പിക്കണം, കമ്പനി ബാഡ്ജും വ്യക്തിവിവരങ്ങളും എല്ലാം കൈമാറണം. അതൊക്കെ സമർപ്പിച്ചാലും കൃത്യമായ സ്ക്രീനിംഗ് കഴിഞ്ഞ് അകത്തു കടക്കാനാകും. ബിസിനസ് പ്രമുഖർ, ടെക്കികൾ, പ്രൊഫസർമാർ, രാഷ്ട്രീയക്കാർ, ഡോക്ടർമാർ, അങ്ങനെ സമൂഹത്തിലെ ഏറ്റവും ശക്തരും സമ്പന്നരുമായ വ്യക്തികളായിരുന്നു അവിടുത്തെ നിത്യ സന്ദർശകർ. മണിക്കൂറിന് $600 ആയിരുന്നു ഫീ, അതായത് ഏകദേശം $1,00,000 രൂപ. മസാച്യുസെറ്റ്സിലെ തന്നെ വാട്ടർ ടൗണിലും വിർജീനിയയിലെ ടൈസൺസിലും ഫെയർഫാക്സിലും ആഡംബര അപ്പാർട്ട്മെന്റുകൾ വാടകയ്ക്കെടുത്ത് പ്രവർത്തിക്കുന്ന ഒരു VIP ബ്രോത്തൽ ശൃംഖലയായിരുന്നു അതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നത്. പുറത്തുനിന്നുള്ള നോട്ടങ്ങൾ അധികം എത്താത്ത, സാധാരണക്കാരുടെ സാന്നിധ്യം അത്രയില്ലാത്ത സ്ഥലങ്ങളായിരുന്നു അവർ ഇതിനായി തിരഞ്ഞെടുത്തിരുന്നത്. അതിസമ്പന്നരും പ്രബലരുമായ വ്യക്തികളെ ആകർഷിക്കാൻ വേണ്ടിയായിരുന്നു ഈ ഒരു കടുംപിടുത്തം. 56-കാരനായ ജൊനാഥൻ ലാൻഫിയർ അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു. ക്യാൻസർ തെറാപ്പിയിൽ സുപ്രധാന കണ്ടെത്തലുകൾ നടത്തി ശ്രദ്ധ നേടിയ ബയോടെക് കമ്പനി ഹൈബർസെല്ലിന്റെ സിഇഒയാണ് അദ്ദേഹം. 2023 ജൂൺ 27-നാണ് അവസാനമായി ലാൻഫിയർ അപ്പാർട്ട്മെന്റിലെത്തുന്നത്. കൂടെ കിടക്കാൻ ആഗ്രഹിക്കുന്ന യുവതിയുടെ പേര് പറഞ്ഞ് അവൈലബിൾ ആണെന്ന് ഉറപ്പിച്ച ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ വരവ്. ഗേൾ ഫ്രണ്ട് എക്സ്പീരിയൻസ് മാത്രമേ യുവതി അനുവദിക്കൂ എന്നും ഗർഭനിരോധന ഉറയില്ലാതെ സെക്സ് ചെയ്യാൻ കൂട്ടാക്കില്ലെന്നും വേശ്യാലയ നടത്തിപ്പുകാർ മുൻകൂട്ടി അറിയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ മണിക്കൂറിന് $340 ഫീയിൽ ഡീൽ ഉറപ്പിച്ചു. സാധാരണ സന്ദർശനം പോലെ അതും ശുഭകരമായി പര്യവസാനിക്കുമെന്നായിരുന്നു ലാൻഫിയർ പ്രതീക്ഷിച്ചിരുന്നത്. അയാൾക്ക് അനുവദിക്കപ്പെട്ട മുറിയിൽ ഏതാനും മണിക്കൂറുകൾ യുവതിക്കൊപ്പം ചിലവഴിച്ച ശേഷം പുറത്തിറങ്ങിയ ലാൻഫിയർ ഞെട്ടി. ഇടനാഴിയിൽ 2-3 പേർ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി. അന്വേഷണ ഉദ്യോഗസ്ഥരാണെന്ന് പരിചയപ്പെടുത്തി. എന്തിനാണ് അവിടെ വന്നതെന്ന് ചോദിച്ചു. ഒരു സുഹൃത്തിനെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞ് ഒഴിയാൻ നോക്കി ലാൻഫിയർ. എന്നാൽ ഹാളിൽ സ്ഥാപിച്ചിരുന്ന നിരീക്ഷണ ക്യാമറകൾ അയാളെ കുടുക്കി. കാംബ്രിഡ്ജിലെ അത്യാഡംബര കെട്ടിടത്തിൽ വർഷങ്ങളായി നടന്നു വന്ന സെക്സ് റാക്കറ്റിലെ അവസാനത്തെ കസ്റ്റമർമാരിൽ ഒരാളാകും ഒരു പക്ഷേ ജൊനാഥൻ ലാൻഫിയർ. ഹാൻലി എന്നു പേരുള്ള ഒരു ദക്ഷിണ കൊറിയൻ യുവതിയായിരുന്നു ആ വേശ്യാലയങ്ങളുടെ എല്ലാം നടത്തിപ്പുകാരി. 2020 മുതൽ 3 വർഷത്തോളം പുറം ലോകമറിയാതെ അതീവ രഹസ്യമായി പ്രവർത്തിച്ചു ആ സെക്സ് റാക്കറ്റ്. അമേരിക്കയിലെ പേരുകേട്ട പല കമ്പനികളുടെയും തലപ്പത്തിരിക്കുന്ന സിഇഒമാരും മാനേജർമാരും രാഷ്ട്രീയ പ്രമുഖരും ജനപ്രതിനിധികളും സർവകലാശാല പ്രൊഫസർമാരുമെല്ലാം നിത്യവും അവിടെ വന്നും പോയി കൊണ്ടിരുന്നു. എന്നാൽ ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ 2023 പകുതിയിലാണ് സെക്സ് റാക്കറ്റ് സംഘം പോലീസിന്റെ വലയിലാകുന്നത്. കേന്ദ്രത്തിലെ റെക്കോർഡുകളും രേഖകളും പരിശോധിച്ചപ്പോഴാണ് അന്വേഷണ സംഘം ശരിക്കും ഞെട്ടിയത്. അമേരിക്കയിലെ പ്രബലരായ പലരുടെയും തിരിച്ചറിയൽ രേഖകളും പകർപ്പുകളും ഫോട്ടോ വരെയും അവിടെ സൂക്ഷിച്ചിരുന്നു. അവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വലിയൊരു ലൈംഗിക വ്യവസായത്തിന്റെ അറിയാക്കഥകളുടെ ചുരുളഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട മറ്റൊരു അന്വേഷണം എത്തിയത് ഉത്തർപ്രദേശുകാരനായ ഒരു പ്രമുഖ ബിസിനസ്സുകാരനിലേക്കായിരുന്നു. അമേരിക്കയിലെ പ്രമുഖ വാട്ടർ ട്രീറ്റ്മെന്റ് കമ്പനിയായ ഗ്രാഡിയന്റിന്റെ സിഇഒ അനുരാഗ് ബാജ്പേയിലേക്ക്. ഹാൻലിയുടെ സ്ഥിരം കസ്റ്റമർ ആയിരുന്നു അനുരാഗ് എന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വർഷം ആദ്യത്തിൽ കാംബ്രിഡ്ജ് സിറ്റിയിൽ വെച്ച് യുവാവ് അറസ്റ്റിലായിരുന്നുവെങ്കിലും ഇതുവരെയും വിവരം പുറം ലോകം അറിഞ്ഞിരുന്നില്ല. പേര് പുറത്തു വന്നാൽ അഭിമാനക്ഷതം ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടി കേസ് നടപടികൾ രഹസ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുകയായിരുന്നു അദ്ദേഹം. കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിക്കുകയും ചെയ്തു. ചില്ലറക്കാരനല്ല അനുരാഗ് ബാജ്പേയി. ബില്യൺ കണക്കിന് ഡോളറുടെ ആസ്തിയുള്ള കമ്പനിയാണ് ഇന്ന് അനുരാഗിന്റെ ഗ്രേഡിയന്റ്. 25 രാജ്യങ്ങളിലായി 2500 ഓഫീസുകൾ കമ്പനിക്ക് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ലക്നൌവിലെ ലാ മാർട്ടിനിയർ കോളേജിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഉന്നത പഠനത്തിനായി അമേരിക്കയിലേക്ക് പറഞ്ഞതാണ്. പിന്നീട് നാട്ടിലേക്ക് ഒരു മടക്കം ഉണ്ടായിട്ടില്ല. കൊളംബിയയിലെ യൂണിവേഴ്സിറ്റി ഓഫ് മിസൗറിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദ പഠനം കഴിഞ്ഞ് പ്രശസ്തമായ മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഥവാ MITയിൽ അതേ വിഷയത്തിൽ തന്നെ ബിരുദാനന്തര ബിരുദ പഠനം. 2013 MITയിൽ നിന്ന് തന്നെ വാട്ടർ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട സുപ്രധാന ഗവേഷണവുമായി PhD നേടി. അമേരിക്കയിലെ ടോപ്പ് 10 വേൾഡ് ചേഞ്ചിങ് ഐഡിയയായി തിരഞ്ഞെടുക്കപ്പെട്ടു ആ ഗവേഷണ പ്രബന്ധം. ലാൻഫിയറും അനുരാഗും മാത്രമല്ല, അമേരിക്കയിൽ പ്രമുഖരും പ്രബലരുമായ 30ഓളം കസ്റ്റമർമാരുടെ പേര് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കാംബ്രിഡ്ജ് നഗരസഭാ കൗൺസിലറായ പോൾ ടോണറാണ് അക്കൂട്ടത്തിൽ ഒരാൾ. ടോണറിന്റെ രാജിക്കായി കാംബ്രിഡ്ജിൽ മുറവിളികളും ഉയർന്നു കഴിഞ്ഞു.
നിയമ നടപടികളുടെ സമയത്ത് മസാച്യുസെറ്റ്സ് ജില്ലാ കോടതിയെ സമീപിച്ച് പേര് വിവരങ്ങൾ പുറത്തു വരുന്നത് തടഞ്ഞിരുന്നു ഇവരെല്ലാം. വിചാരണ അടച്ചിട്ട മുറിക്കുള്ളിലാകണമെന്നായിരുന്നു അവരുടെ എല്ലാം ആവശ്യവും. എന്നാൽ സുപ്രീം ജുഡീഷ്യൽ കോടതി ആവശ്യം തള്ളിയതോടെയാണ് പ്രതിപട്ടികയിലുള്ള പ്രമുഖരുടെ എല്ലാം യഥാർത്ഥ മുഖം പുറം ലോകം അറിയുന്നത്. മുൻപ് ലൈംഗിക തൊഴിലാളിയായിരുന്ന ഹാൻലി ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് അമേരിക്കയിൽ എത്തുന്നതും വേശ്യാലയം ആരംഭിക്കുന്നതും. ദക്ഷിണ കൊറിയക്കാരായ ജെയിംസ് ലീയും ജുൻമിങ് ലീയും ഒപ്പം ഉണ്ടായിരുന്നു. വേശ്യാവൃത്തിക്ക് പുറമെ സാമ്പത്തിക തട്ടിപ്പ് ഉൾപ്പെടെയുള്ള വേറെയും കേസുകൾ ഇവർക്കെതിരെയുണ്ട്. കോവിഡ് കാലത്ത് $6 ലക്ഷത്തോളം ദുരന്ത നിവാരണ ഫണ്ട് തട്ടിയ കേസാണ് അതിലൊന്ന്. വ്യാജരേഖയുണ്ടാക്കി തട്ടിയ പണം വേശ്യാലയം നടത്താനാണത്രേ ചെലവിട്ടത്. ഹാൻലി നേരിട്ടായിരുന്നു ബ്രോത്തലിന്റെ മേൽനോട്ടം വഹിച്ചിരുന്നത്. അതീവ സുരക്ഷയോടെയായിരുന്നു സ്ഥാപനത്തിന്റെ പ്രവർത്തനം. ഒരു തരത്തിലും പോലീസിന്റെയും അന്വേഷണ സംഘത്തിന്റെയും കണ്ണിൽപ്പെടാതിരിക്കാനാണ് കസ്റ്റമേഴ്സ് തിരിച്ചറിയൽ രേഖകൾ ഉൾപ്പെടെ സമർപ്പിക്കണമെന്ന കടുത്ത നിബന്ധനകൾ വെച്ചത്. ലൈംഗിക തൊഴിലാളികളുടെ സുരക്ഷ കൂടി മുൻനിർത്തിയായിരുന്നു ഇത്. കസ്റ്റമേഴ്സിനെ താല്പര്യമില്ലെങ്കിൽ നിരസിക്കാനുള്ള സ്വാതന്ത്ര്യം ലൈംഗിക തൊഴിലാളികൾക്ക് നൽകിയിരുന്നു. ഓരോ കസ്റ്റമേഴ്സിൽ നിന്നും ഈടാക്കുന്ന ഫീയുടെ വലിയൊരു ശതമാനവും അവർക്ക് നൽകാറുണ്ടായിരുന്നുവെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 3 വർഷത്തിനിടെ 10,000-ഓളം ഇടപാടുകളാണ് ഇവരുടെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് $5.46 മില്യൺ ലീയും സംഘവും സമ്പാദിച്ചത്. ഏകദേശം 46 കോടി രൂപ. കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ഹാൻലിയെയും കൂട്ടുപ്രതികളെയും 4 വർഷത്തെ തടവിന് ശിക്ഷിച്ചിരിക്കുകയാണിപ്പോൾ അമേരിക്കൻ കോടതി.